ഒട്ടും സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാണ്. ഡാൻസ് മാസ്റ്റർ. അതെ. വരൂ. ഒരു മാസം മുമ്പാ സുലിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ? മോള് വാ. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ മാഷന്മാര് മുടി നീട്ടാറില്ല. അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. വേണ്ട മമ്മി. വേണം. അനുസരണക്കേട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ. തെയ്യം 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 താ 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 തെയ്യം. എന്തോന്നാ കാഞ്ചന ഇതൊക്കെ? KG പൊതുവാളിനെ പറ്റി കേട്ടിട്ടില്ലേ? മിടുക്കം മാഷാത്രേ. ഈ മിടുക്കന്മാർക്കൊക്കെ കൊടുക്കാൻ കാശ് എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. കാറിന് വേണ്ടി വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന് MD പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റുകാർക്ക് വീട്ടുവാടക. നമുക്ക് ഒരേ ഒരു മോളല്ലുള്ളൂ സുഖേട്ടാ. സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടാൻ വേണ്ടി ഓരോ രക്ഷിതാക്കള് തമ്മി കത്തിക്കുത്തി നടത്തുന്ന കാലം ഇത്. എന്തിന്? എന്ത് നേടാൻ? നമ്മുടെ മോള് പേരെടുക്കുന്നത് നമുക്ക് അഭിമാനല്ലേ സുഖേട്ടാ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ കാര്യത്തിൽ അങ്ങനെ അഭിമാനിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അടുക്കള പണിയും വിനയവും സൽസ്വഭാവമൊക്കെ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലാനുള്ള ഒരു ആയുധമാക്കുന്നതാണ് കുഴപ്പം. സുഖേട്ടൻ കാലത്തിനൊത്ത് മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ ഞാൻ ബുദ്ധിയില്ലാത്തവളാണെന്നല്ലേ? എന്ത് തോന്നുന്നു? സുഖേട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല, മോളോടും ഇല്ല. ഞാനിപ്പോ ചെയ്ത കുറ്റം എന്താ? ആകെയുള്ളൊരു മോളെ ഇത്തിരി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വേണ്ട, സുഖേട്ടന് ഇഷ്ടമില്ലെങ്കിൽ പൊതുവാള് മാഷിനോട് ഇനി വരണ്ടെന്ന് പറയാം. എന്റെ കുടുംബത്തിൽ കാശില്ല, എനിക്ക് ആരുമില്ല, എനിക്കും എന്റെ മോക്കും ആരുമില്ല. കാഞ്ചന, ഞാൻ പറഞ്ഞത് വേണ്ട സുഖേട്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു കൈ നോക്കണോ? ഞാൻ വേറൊരു കാര്യത്തിൽ സാറിനെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ക്യാരി ഓൺ. ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തില്ല. കടം ചോദിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാനുള്ള മനസ്സിൽ കാണിച്ച സാറിനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അന്നത്തെ കാശേ ജിജിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാ. അവളത് ചോദിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു തരാം. ഇൻസ്റ്റാൾമെന്റിലും മറ്റും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ അയ്യോ ഇപ്പൊ ഉള്ളത് തിരിച്ചു കൊടുക്കാതെ ജിജിയോട് മിണ്ടാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ കാശ് വേണ്ടേ? ഒന്നും മിനിങ്ങാനുള്ള രൂപ തന്നെ ജിജിയുടെ കാല് പിടിച്ച ഒപ്പിക്കണത്.
കാശുള്ളത് മുഴുവൻ അവളുടെ കയ്യിലാ. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബകഥ ഒരുപാട് പറയേണ്ടി വരും. നടപ്പില്ലാന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വല്ലാത്തൊരവസ്ഥയായി പോയി. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ തൽക്കാലത്തേക്ക് സാറിന്റെ ഭാര്യയുടെ ആഭരണങ്ങളൊന്ന് പണയം വെച്ചൂടെ? അത് പണയത്തിലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോഴും വാടകയ്ക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സാറിത് ആരോടും പറയണ്ട. No, I don't like that picture. Oh, I knew you don't like it because No, you were yeah. just after fight. കൊച്ചെ കൊച്ചെ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്? ജിജി, we will go. ദേ വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. ജിജി, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. വാട്ട്? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. ഓ, നമ്മുടെ കാഞ്ചിയും സുകുമാരനും. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവൻ മേസ്ത്രിയാന്നേ. വീട് ഏതെന്ന് പറഞ്ഞാ മതി. ദേ, ആ കാണുന്നത് തന്നെയാ. കേട്ടല്ലോ, മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാൾക്കില്ലെന്നേ. നാണക്കേടായി പോയി. എഞ്ചിനീയർ ആണെന്ന് കരുതി വെറുതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തു. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ, ഒരാളുടെ ശല്യം വേണമെന്ന് കരുതി ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഖേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഖേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ പ്രായത്തിലെ നിന്നേക്കാൾ 100 ഇരട്ടി പത്രാസിൽ ജീവിച്ചോളാടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. ദേ, നിങ്ങളോട് പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയോളാടി ഞാൻ. അപ്പുറത്ത് ഇപ്പത്തുള്ളൊരു കേക്കല്ലേ എന്റെ ഈശ്വര. കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടടി. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ടേ ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികരെ പുറത്ത് നീ കുതിര കയറി അല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്ന് എന്റെ മോൻ കുമാരനങ്ങാനും അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലുടെ അവൻ. ഈശ്വര, നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. യുസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവരാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ലോ? അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഈ കോളനിയിലെ ഇതുപോലുള്ള വൃത്തികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. Come on, Gigi. I will see to this. You go, man. സാർ, ഈ മാസം മുതൽ ശമ്പളം കൂട്ടി തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. സാറിനെ പറ്റി മുതലാളിയോട് നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? 700 രൂപ. ഇനിയിപ്പോ 800 ആക്കി തരും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. 800 രൂപ കൊണ്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റും സാർ. കണ്ണേട്ടോ. ഓ, രൂപ കുറവുണ്ട്. അതെന്താ? 2-3 ദിവസം മുമ്പേ പറഞ്ഞല്ലേ? അതെ, പക്ഷെ ഞാനത് മോളുടെ ഡാഡിയോട് പറയാമോ? നാളെ തന്നില്ലെങ്കിലേ ഞാൻ മറ്റന്നാൾ മുതൽ പാല് തരില്ല. Auntie, are you free now? Hey? Are you interested in video games? I'm getting so bored, you know. Shall we play? Busy. Kitchen. Cooking. Please, Auntie. Busy. ഈ ചെകുത്താനെ കൊണ്ട് തോറ്റു. Coming. മാഷെ, ഈ നേരത്ത്? മോള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, 5 മണിയാവില്ലേ? സാരമില്ല, മോള് വരുന്നവരെ സംസാരിച്ചിരിക്കാലോ. ഞാനങ്ങനെ വല്ലവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. കുടിക്കാൻ എന്തെങ്കിലും? നിൽക്കൂ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു.
ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ? മോള് വന്നില്ലല്ലോ. മോളെ അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒതുങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഡാൻസിന് വളരെ പറ്റിയതാ. മാഷിനെ കുടിക്കാൻ എടുക്കാം. നിൽക്കൂ. അല്ലെങ്കിൽ മാഷ് പോയിട്ട് പിന്നെ വരൂ. ദിവ്യ വരാൻ ഇനി സമയമുണ്ടല്ലോ. സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. എങ്കിൽ കുടിക്കാൻ തിരഞ്ഞെടുത്തോളൂ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് 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 വളരെ നന്നായി കൈ നോക്കാൻ അറിയാം. അതുകൊണ്ട് ഭാവി പറഞ്ഞുതരാം. എന്റെ ഭാവി എനിക്കറിയാം. അങ്ങനെ പറയരുത്. ഈ കൈ ഞാൻ നോക്കും. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞു. പ്ലീസ്. തെണ്ടി. പോടാ.